ഇന്ന് എൻ്റെ ഓഫ് ഡേയിലുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. ഞാൻ ഇന്നലെ ടു ഡു ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത് ഞാൻ ചെയ്ത് ഷോർട്സ് ആയിട്ട് ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 5:30 ആയപ്പോൾ ഞാൻ എണീറ്റ് കേട്ടോ. എണീറ്റ് ചായ ഇട്ട് കുടിക്കുകയാണ്. എന്നിട്ട് കുറച്ച് ചായക്കപ്പം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് കുറച്ചൊന്ന് റിലാക്സ് ആയിട്ട് ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങി. എനിക്ക് ഒരുപാട് ക്ലീൻ ചെയ്യാനില്ല, കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാനത് കഴിഞ്ഞൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോ, അതായത് ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളൊരു ഫുൾ ഷോർട്സ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ പോയി കാണാം. അത് കഴിഞ്ഞ് റെഡിയായി നേരെ വർക്കല ബീച്ചിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഒരു 11 മണിയൊക്കെ ആയി അവിടെ എത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പിന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. സ്കൈ ലോഞ്ചിൽ കയറിയിട്ട് ഒരു സീ ഫുഡ് മിക്സഡ് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ സീ ഫുഡ് മിക്സഡ് ബിരിയാണിയും കഴിച്ചു കേട്ടോ. ഓൺലി 70 റുപ്പീസ് മാത്രമേ ആയിട്ടുള്ളൂ ഇത് ഇത്രയും കഴിച്ചതിന്. ഇതിൽ സീ ഫുഡ് ബിരിയാണി പറയാതിരിക്കാൻ വയ്യ. അതിൻ്റെ ഗീയുടെ ടേസ്റ്റും നല്ല ടേസ്റ്റായിരുന്നു. ബിരിയാണി ഫ്രൈഡ് റൈസും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ബിരിയാണിയാണ്. ഒരുവിധം ഫിഷസ് എല്ലാം ഈ ഒരു ഇതിലുണ്ടായിരുന്നു, മിക്സഡ് ആയിട്ടുള്ള ബിരിയാണിയിലാണെങ്കിലും ഫ്രൈഡ് റൈസിലാണെങ്കിലും. അത് കഴിഞ്ഞ് പോകുന്നത് കാപ്പിലേക്കാണ് കേട്ടോ. അവിടെ പോയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചു. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും ജസ്റ്റ് അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയി കേട്ടോ. ഇത് വർക്കല അക്വേറിയമാണ് കേട്ടോ, ഗവൺമെൻറ്റിൻ്റെ ആണ്. ഇവിടെ ഒരാൾക്ക് ആവുന്നത് 30 റുപ്പീസാണ് കേട്ടോ, ഒരാൾക്ക് ടിക്കറ്റ് ആവുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ പോണ്ടിൽ ഒരു കുഞ്ഞു പോണ്ട് പോലെയുണ്ട്. അവിടെ തിലാപ്പിയ എന്ന് പറയുന്ന ഫിഷ് കിടപ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ കാണുന്ന ലീഫ് ടർട്ടിലാണ് കേട്ടോ. എല്ലാം ഞാൻ കാണിക്കുന്നില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അതേ നിങ്ങൾ ഈ കാണുന്ന റെഡ് ബിലേഡ് പാക്കുമാണ് കേട്ടോ. ഇതാണ് എനിക്ക് അവിടെ ഉള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും അതുപോലെ തന്നെ ആ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ഇവിടെ ബാമ്പു വെച്ചിട്ടുള്ള ചെയറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവിടെ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ഈ കാണുന്നത് ഷവൽ നോസ് ക്യാറ്റ് ഫിഷാണ് കേട്ടോ. ഇത് ഉള്ളതിൽ എനിക്കൊരു വെറൈറ്റി ഫിഷായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടുത്തെ ഓരോ ഫിഷസും, ഞാൻ ഈ കാണിക്കുന്ന ഓരോ ഫിഷസും എനിക്ക് വളരെ വെറൈറ്റി ആയിട്ട് തോന്നിയത് മാത്രമാണ് കേട്ടോ. ഇത് അൽബൈനോ ജയൻറ്റ് ഗരാമി എന്ന് പറയുന്നൊരു ഫിഷാണ്. ഇത് കണ്ടതിൽ ഏറ്റവും ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു ഫിഷ് ഇതാണ് കേട്ടോ. കാണുമ്പോൾ ഒരു പീസായിട്ടൊക്കെ തോന്നുന്നുണ്ട് ഈ ഒരു ഫിഷ് കാണുമ്പോൾ. ഈ ഫിഷിൻ്റെ പേര് അൽബൈനോ പങ്കാസിസ് ഷാർക്ക് എന്നാണ് കേട്ടോ. ഒരു വെറൈറ്റി ഒരു ഷാർക്കിൻ്റെ ഒരിതാണ്. ഇതിൻ്റെ അകത്ത് ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇത് സിക്കിൾഡ് എന്ന് പറയുന്ന ഫിഷാണ് കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ നേരിട്ട് കാണുന്നത്. ക്ലൗൺ ഫിഷസും സീ അനിമണീസും ആണിത്. ഇവർ മ്യൂച്വലിസ്റ്റിക് പാർട്ട്ണർഷിപ്പുള്ള ആൾക്കാരാണ് കേട്ടോ. ഇവർ ഒരുമിച്ച് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ പോയി. പക്ഷേ സൺഡേ ആയത് കാരണം, തിരക്കായത് കാരണം ഞാനതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ടു ഡു ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.